ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ക്രിസ്തുനാഥൻ തൻ്റെ പ്രസംഗങ്ങളിൽ ഉടനീളം ഉറക്കെ പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എൻ്റെ പിതാവ് എന്നോട് കൽപ്പിക്കുന്നവ മാത്രമാണ് നിങ്ങളോട് പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്വമേധയാ ഒന്നും പറയുന്നില്ല, എല്ലാം എൻ്റെ പിതാവ് എന്നെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ആധികാരികമായിട്ടാണ് ഈശോ പറഞ്ഞു വെക്കുക. 3 വർഷം നീണ്ടു നിന്ന അവിടുത്തെ വചനപ്രഘോഷണ ദൗത്യത്തിൽ പിതാവ് ഇച്ഛിക്കാത്ത ഒരു വാക്കുപോലും അവൻ പറഞ്ഞിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അഭിമാനബോധം നമുക്ക് തോന്നുന്നു എന്നതിനപ്പുറത്ത് വചനപ്രഘോഷണ ദൗത്യവുമായിട്ട് സേവനം ചെയ്യുന്ന എല്ലാവരും തമ്പുരാനിൽ നിന്ന് ഏറെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു ആശയമാണ് ഇത് എന്നത് വ്യക്തമാണല്ലോ. തൻ്റേതായ പ്രബോധനങ്ങളും തൻ്റേതായ പഠിപ്പിക്കലുകളുമില്ല. പിതാവ് കൽപ്പിച്ചവ മാത്രം. വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുനാഥൻ്റെ മനുഷ്യാവതാരം. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായി അവൻ പിറന്നത് മുതൽ കാൽവരി കുരിശിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണം വരിക്കുന്നതും തിരുവുദ്ധാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യലും എല്ലാം കൃത്യമായ പദ്ധതികളുടെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ എത്ര ക്രിയാത്മകമായ ഒരു പങ്കുവെക്കലിൻ്റെയും കൂടിയാലോചനകളുടെയും ഫലമാണ് ക്രിസ്തുനാഥൻ്റെ പ്രബോധനങ്ങളും അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച രക്ഷാകര ദൗത്യത്തിൻ്റെ നിർവഹണവുമെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഏറ്റെടുത്ത, നമുക്ക് വേണ്ടി ദൈവം തന്ന കൃപയുടെ അഭിഷേകത്തെ ഏറെ ഹൃദ്യതയോടെ നാം ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലയിൽ ക്രിസ്തുനാഥൻ്റെ പ്രബോധനമാണ് എനിക്ക് ഏറ്റവും വിശിഷ്ടമെങ്കിൽ പിതാവിനോട് ഒന്നായിരിക്കുന്ന പുത്രൻ്റെ പ്രബോധനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന പുണ്യമായി മാറണം. ഞാനും നിങ്ങളുമൊക്കെ അനുനിമിഷം ജീവിക്കേണ്ടതും നയിക്കപ്പെടേണ്ടതും പിതാപുത്ര പരിശുദ്ധാത്മ ബന്ധത്തിൻ്റെ ഒരു റേഡിയസിൽ നിന്നുകൊണ്ടാകണം. ക്രിസ്തു കേന്ദ്രീകൃതമായ, തൃത്വ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്ക് അനിവാര്യമാണ് എന്ന് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനോടൊത്ത് ജീവിതത്തെ ക്രമീകരിക്കാൻ, കർത്താവിനോടൊത്ത് ജീവിക്കാൻ, കർത്താവിനോടൊത്ത് പ്രബോധനങ്ങൾ നടത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. എനിക്ക് തോന്നുന്നത് പറയേണ്ട വേദികയല്ല തിരുവചനത്തിൻ്റെ വേദിക. അത് തമ്പുരാൻ തോന്നിക്കുന്നതാകണം, തമ്പുരാൻ പഠിപ്പിക്കുന്നതാകണം. എത്ര ഗൗരവത്തോടെ വചനപ്രഘോഷണ ദൗത്യം ഓരോ വൈദികനും വചനപ്രഘോഷകരും നിറവേറ്റേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും വ്യക്തമായി അവിടുന്ന് ശിഷ്യരെ പ്രബോധിപ്പിച്ചപ്പോൾ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, അവൻ്റെ ശ്രോതാക്കളിൽ, അവൻ്റെ ചുറ്റും കൂടിയ ജനങ്ങളിൽ ഏറെ പേരും അവനിൽ വിശ്വസിച്ചു. ആത്മാർത്ഥത ഇല്ലാത്ത വാക്കുകളല്ല, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അവിടുത്തെ പ്രഘോഷണത്തിൻ്റെ മർമ്മം.
വളരെ കൃത്യതയോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൻ്റെ ഐക്യത്തിൽ താൻ ജീവിക്കുമ്പോൾ, താൻ നൽകുന്ന പ്രബോധനങ്ങളുടെ ആധികാരികത വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ കൃത്യതയോടെ അവിടുന്ന് ഫരിസേയരെയും നിയമജ്ഞരെയും കപടവിശ്വാസികളെയുമെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴിയല്ല ക്രിസ്തുമാർഗമെന്ന് ഈശോ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കാണാൻ, തെറ്റിനെ വിമർശിക്കാനും തിരുത്തലിന് സൂചനകൾ നൽകാനും, എന്നാൽ ശരിക്ക് വില കൊടുക്കാനും ശരിയെ അംഗീകരിക്കാനും അവിടുന്ന് കൃത്യതയോടെ തയ്യാറാകുന്നു എന്നത് ഇന്നത്തെ തിരുവചനത്തിൻ്റെ സുഖമുള്ള ഒരു ഏടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് വൈവിധ്യമാർന്ന റോളുകൾ നിറവേറ്റുന്നവരാണ്. വചനപ്രഘോഷകരും വചന ഉപാസകരും വചനത്തിൻ്റെ ശ്രോതാക്കളുമൊക്കെയാണ് നമ്മൾ. വചനം വായിച്ചു പഠിക്കാനുള്ള ആഹ്വാനം സഭ എക്കാലത്ത് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. 1980കളിലാണ് മലയാളത്തിലേക്ക് വിശുദ്ധ ബൈബിളിൻ്റെ പരിഭാഷ പൂർണ്ണമായിട്ട് എത്തുക. മുത്തടുത്തച്ഛൻ്റെ പുതിയ നിയമം മാത്രമുള്ള ഭാഷാ പരിഭാഷയും, തുടർന്ന് POCയുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്പൂർണ്ണ ബൈബിളിൻ്റെ എഡിഷനുമൊക്കെ ഏതാണ്ട് 80കളുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഭവനങ്ങളിലെത്തി. 45 വർഷങ്ങൾ പൂർണ്ണമാകുന്നു ഈ തിരുവചനം നമ്മുടെ വീടുകളിലെത്തിയിട്ട്. നമ്മൾ എത്ര പേര് കൃത്യതയോടെ ഈ വചനത്തിൻ്റെ ഉപാസകരായി മാറുന്നുണ്ട്? വചനത്തെ ധ്യാനിക്കാൻ നാം എത്രമാത്രം തയ്യാറെടുക്കുന്നുണ്ട്? ഇന്നോളം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് ഗ്രന്ഥം വരെ നീണ്ടു നിൽക്കുന്ന 73 പുസ്തകങ്ങളുടെ ഒരു സമ്പൂർണ്ണ പാരായണം പൂർത്തിയാക്കിയ സത്യക്രിസ്ത്യാനികളുടെ ശുദ്ധമാന കത്തോലിക്കരുടെ ലിസ്റ്റ് എടുത്താൽ ഓരോ വികാരിയച്ഛനും നാണം തോന്നും. ഓരോ ക്രിസ്ത്യാനിക്കും തോന്നേണ്ട വികാരം എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് വരെ 45 വർഷം കൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാത്തവരാണ് നമ്മിൽ 90%-ലേറെയുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് തോന്നേണ്ട വികാരം എന്താണ് എന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ, ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ, ക്രിസ്തുവിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ വചന പ്രഘോഷണ ദൗത്യം, വചനം പഠിക്കാനുള്ള അഭിവാഞ്ച, അത് ഹൃദയത്തിൻ്റെ പുണ്യമാക്കി ഏറ്റെടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു ദിവസം ഒരു 10 മിനിറ്റ് സമയമെങ്കിലും വചന ഉപാസനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, വചനം പഠിക്കാനുള്ള താല്പര്യമെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം വൻ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ക്രിസ്തുവും പിതാവും പരിശുദ്ധാത്മാവും അടങ്ങുന്ന തൃത്വൈക ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയോട് ചേർന്നിരിക്കുവാനും ദൈവാശ്രയ ബോധത്തിൻ്റെ മക്കളായി തീരാനും നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഈശോ കാണിച്ചു തരുന്ന വഴികളിലൂടെ, ഈശോ ചൂണ്ടിക്കാണിക്കുന്ന സത്യത്തിൻ്റെ സരണിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.